രാജ്യാന്തര നാടകോത്സവത്തിലെ ഫലസ്തീൻ നാടക സംഘത്തിന് വിസ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. നാളെ അരങ്ങിലെത്തേണ്ട ദ ലാസ്റ്റ് പ്ലേ ഇൻ ഗസ എന്ന നാടകത്തിന്റെ സംഘത്തിന് ഇതുവരെ വിസ അനുമതി ലഭിച്ചില്ല. ഇതോടെ നാടകാവതരണം അനിശ്ചിതത്വത്തിലായി. നടരാജ് പരശുരാം ചേരുകയാണ് വിവരങ്ങളുമായി. നടരാജ്, എന്താണ് ഈ വിസ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? മഹേഷ്, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വിശദീകരണവും അക്കാദമിക്ക് ലഭിച്ചിട്ടില്ല. ഈ മേള അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും ഇത്തരത്തിലൊരു വിസ ക്ലിയറൻസ് ലഭിക്കുമെന്ന് അക്കാദമി അധികൃതർ ആഗ്രഹിക്കുന്നു. അവസാന ദിവസമെങ്കിലും ഈ നാടകം അവതരിപ്പിക്കാൻ കഴിയും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വിസ സംബന്ധിച്ച അപേക്ഷയിൽ പ്രോസസ്സിംഗ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു സ്ഥിതി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. ഫലത്തിൽ വിസ നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ പറയാം. ലാസ്റ്റ് പ്ലേ ഇൻ ഗസ എന്ന നാടകം നാളെ രാവിലെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 4 മണിക്കും ഇത് അരങ്ങിലെത്തേണ്ടതാണ്. പക്ഷേ അരങ്ങിലെത്താനുള്ളൊരു സാധ്യത ഇനി ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെയും ഇത് സംബന്ധിച്ച് പല കമ്മ്യൂണിക്കേഷനും നടന്നെങ്കിലും വിസ ആദ്യം ഒരു ഘട്ടത്തിൽ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു അഭ്യർത്ഥന അധികൃതർ നടത്തുകയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു അനുകൂല നിലപാട് ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങിനിടെ വിഖ്യാത സംവിധായകൻ ആനന്ദ് പട്വർദ്ധനും തൻ്റെ പ്രസംഗത്തിൽ ഇത്തരത്തിൽ വലത് ശക്തികൾ ജനാധിപത്യത്തെ തച്ചുടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു നാടകത്തിന് അനുമതി ലഭിക്കാത്തതിൽ തന്നെ ആശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്നെങ്കിലും ഇത് സംബന്ധിച്ചൊരു പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് അക്കാദമി അധികൃതർ ആഗ്രഹിച്ചെങ്കിലും അത് ഉണ്ടായിട്ടില്ല. ഈ മേള തീരുമ്പോഴേക്കും ഇത് അനുവാദം ലഭിച്ച് ഈ നാടകം നടത്താൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. പ്രധാനമായും ഇത് 60 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം.